ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ കൂടെ നിൽക്കുന്നവർ പോലും മോശയെ സപ്പോർട്ട് ചെയ്തില്ല. അറിയാമോ? എല്ലാ കാലത്തും ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. കൂടെ നിൽക്കുന്ന 600,000 എണ്ണം ഉണ്ടെന്ന് പറയുന്നില്ലേ, ലക്ഷങ്ങൾ. അതിലെ ഒന്നുപോലും മോശയെ സപ്പോർട്ട് ചെയ്തില്ല. 250 പേര് വളഞ്ഞിട്ട് അവനെ ആക്രമിക്കുമ്പോൾ, അവനെ അപവാദം പറയുമ്പോൾ, ഹല്ലേലൂയ. പക്ഷേ മോശയ്ക്കൊരു ദൈവമുണ്ട്. മോശയെ വിളിച്ചൊരു ദൈവമുണ്ട്. അവനെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. അവനെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുൻപിൽ മോശ കവണ്ണു വീണു, നെടുമ്പാട് വീണു, പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മക്കളെ, ഇന്നെന്നെ കാണുന്ന ചില ദൈവദാസന്മാരുണ്ട്. ഈ പുതിയ തലമുറയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളുണ്ട്, വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ദൈവവിളിയുടെ മുൻപിൽ ദൈവത്താൽ അയക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെന്നെ കാണുന്നുണ്ട്. ആമീൻ. കോരഹുമാർ നിനക്കെതിരെ എഴുന്നേൽക്കാം. ആമീൻ. ഒരു കൂട്ടം നിനക്കെതിരെ വളഞ്ഞുകൂടാം. നിന്നെ തന്നെ നീ ഉയർത്തുന്നു എന്ന് നിന്നോട് പറഞ്ഞ അസൂയ കൊണ്ട് നിന്നെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. പക്ഷേ അവിടെ എങ്ങും നീ വാ തുറക്കരുത്. അവിടെ എങ്ങും നീ വാ തുറക്കരുത്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിന്നെ വിളിച്ചവന്റെ മുമ്പിൽ നെടുമ്പാട് വീണാ മതി. നിന്നെ വിളിച്ചവന്റെ മുമ്പിൽ മുഴങ്കാലിരുന്നാ മതി. നിന്നെ വിളിച്ചവനോട് നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്നെ വിളിച്ചവനോട്, നിന്നെ അഭിഷേകം ചെയ്തവനോട്, നിന്നെ അയച്ചവനോട്, മുൾപടർപ്പിൽ നിനക്ക് പ്രത്യക്ഷനായവനോട് നീ സംസാരിച്ചാൽ മതി.